വിസ്മയ എന്ന കഥയുടെ തുടർഭാഗം. മുത്തശ്ശിയുടെ മരണത്തോടെ വിസ്മയ തീർത്തും അനാഥയായി. ആ തോന്നൽ അവളുടെ മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. എങ്ങനെയോ നേരം വിളിപ്പിച്ചു. എഴുന്നേറ്റതേ മുത്തശ്ശി എന്നറിയാതെ വിളിച്ചുപോയി. അപ്പോഴാണ് ഓർത്തത് മുത്തശ്ശിയും പോയി കഴിഞ്ഞല്ലോ എന്ന കാര്യം. അപ്പോൾ വിസ്മയ സ്വയം മനസ്സിനോട് പറഞ്ഞു, ഇല്ല, ഞാൻ പിന്നോട്ട് നടക്കില്ല, മുന്നോട്ട് തന്നെ ഞാൻ നടക്കും. ജീവിതത്തിലെ വെല്ലുവിളികളെ ഞാൻ നേരിടും എന്നവൾ സ്വയം പറഞ്ഞു. വിസ്മയ വേഗം തന്നെ പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം തീ അടുപ്പിൽ പിടിപ്പിച്ച് അല്പം വെള്ളം വെച്ചു. തിളച്ചപ്പോൾ ഒരു ഗ്ലാസ് കാപ്പി എടുത്തു കുടിച്ചു. അതിനുശേഷം അരി അടുപ്പത്തിട്ടു. പിന്നെ ചൂലെടുത്ത് വീടും പരിസരവും തൂക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് വാസുദേവൻ്റെ കാര്യം ഓർമ്മ വന്നത്. മുൻവശത്ത് വന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നുന്നില്ല. രാത്രി തന്നെ പോയി കാണും എന്നവൾ വിചാരിച്ചു. വീണ്ടും പണി ചെയ്യുവാൻ തുടങ്ങി. ഇടയ്ക്കെല്ലാം അവൾ പറമ്പിൻ്റെ മൂലയിലേക്ക് നോക്കുന്നുണ്ട്, തൻ്റെ മുത്തശ്ശിയെ ദഹിപ്പിച്ച സ്ഥലത്തേക്ക്. ഒരു കാര്യം അപ്പോഴും അവളെ വേദനിപ്പിച്ചു. താൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ മരണസമയത്ത് ഒരിത്തിരി വെള്ളമെങ്കിലും കൊടുക്കാമായിരുന്നു. മുത്തശ്ശി വെള്ളത്തിന് വേണ്ടി പരതി കാണും. അതുപോലും തനിക്ക് കൊടുക്കാൻ സാധിച്ചില്ലല്ലോ ദൈവമേ. അവളെ വല്ലാതെ വേദനിപ്പിച്ചു. എല്ലാം അവൾ മറന്നതുപോലെ അഭിനയിച്ചു. കാരണം ഈ ലോകത്ത് വേദനിക്കുന്നവർക്ക് യാതൊരു പരിഗണനയും കിട്ടാറില്ലല്ലോ. എൻ്റെ വിഷമങ്ങൾ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, വിസ്മയ തീരുമാനിച്ചു. വീണ്ടും പഴയതുപോലെ ആയിത്തീർന്നു അവളുടെ ജീവിതം. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഒരു വലിയ ശബ്ദം വീടിന് വെളിയിൽ കേട്ടത്. പെട്ടെന്ന് വിസ്മയ ചാടി എഴുന്നേറ്റു. ജനാലയിൽ കൂടി നോക്കുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ കണ്ടു ആരോ ഒരാൾ മുറ്റത്തു നിന്നും ഓടുന്നത്. പിറകെ ഒരാളും കൂടി ഓടുന്നത് കണ്ടു. പക്ഷേ ആ ആൾക്ക് ഒരു ഞൊണ്ടുണ്ട്. സൂക്ഷിച്ചു നോക്കി. അത് വാസുദേവനായിരുന്നു. തിരികെ വാസുദേവൻ വന്ന് തിണ്ണയിലിരുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, എന്നും രാത്രിയിൽ തനിക്ക് കാവലായി വാസുദേവൻ ഉണ്ടെന്നുള്ള കാര്യം. അതവൾക്ക് ഊർജം പകർന്നു. അതിരാവിലെ വാസുദേവൻ പോകുന്നതിന് മുൻപേ വിസ്മയ എഴുന്നേറ്റു. വാതിൽ തുറന്ന് വാസുദേവനെ വിളിച്ചു. അവൾ ചോദിച്ചു, ചേട്ടൻ എന്നും ഇവിടെ വന്ന് കിടക്കാറുണ്ടോ? വാസുദേവൻ ചെറു ചിരിയോടെ വിസ്മയോട് പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, എനിക്കൊരു മകളുമില്ല. പക്ഷേ എന്നെപ്പോലെ തന്നെയാണ് ഞാൻ നിന്നെയും കാണുന്നത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ആരും ഉപദ്രവിക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം ഞാൻ നിന്നെ എൻ്റെ മകളായി കാണുന്നു. ഇനി നിൻ്റെ പിറകിൽ എപ്പോഴും ഞാനുണ്ടാവും, ഒരു നിഴൽ പോലെ. എനിക്കാവുന്നതുപോലെ നിന്നെ ഞാൻ സംരക്ഷിക്കും, എൻ്റെ മരണം വരെ എന്ന് പറഞ്ഞിട്ട് വാസുദേവൻ എഴുന്നേറ്റു. അപ്പോൾ അവൾ ചോദിച്ചു, ആരാണ് രാത്രിയിൽ ഓടിപ്പോകുന്നത് കണ്ടത്? മോളത് കണ്ടോ? വാസുദേവൻ ചോദിച്ചു. കണ്ടു, വിസ്മയ പറഞ്ഞു. ആളാരെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇവിടെ പതുങ്ങുന്നത് പോലെ കണ്ടപ്പോൾ ഞാൻ ഓടിച്ചു. കിടക്കുമ്പോൾ വാതിലും ജനലും നന്നായി അടച്ചോളണം. ആവശ്യമില്ലാതെ കതക് തുറന്നിടരുത്. നമ്മൾ അറിയുകയില്ല ആരെങ്കിലും കയറി അകത്തിരുന്നാൽ. അയാളുടെ ഉപദേശം വിസ്മയ തലയാട്ടി സമ്മതിച്ചു. വാസുദേവനോടൊപ്പം അവൾ സൈക്കിളും എടുത്ത് ചന്തയിലേക്ക് പോയി, പതിവ് പോലെ. അതിനുശേഷം സ്കൂളിലേക്കും. കുട്ടികളുടെ പരിഹാസങ്ങൾക്ക് നടുക്ക് ഇരുന്നവൾ പഠിച്ചു. ഭിക്ഷക്കാരൻ്റെ മകളെ, മീൻകാരി പെണ്ണെ, ഇങ്ങനെയുള്ള വാഴ്ത്തിപ്പാട്ടുകൾ ഇടയ്ക്കിടെ കേൾക്കാം ക്ലാസ്സിൽ. എന്ത് കേട്ടാലും പ്രതികരിക്കുവാൻ വിസ്മയ പോകാറില്ല. തനിക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലാതെ ഇതിനൊന്നും തനിക്ക് സമയമില്ല. അവൾ നല്ല മാർക്കോടെ തന്നെ +2 പാസ്സായി. തന്നെ പ്രശംസിക്കാറുണ്ടായിരുന്ന ഒരാൾ അപ്പോഴേക്കും മൺമറഞ്ഞിരുന്നു, നാണിയമ്മ. പിന്നെയുള്ളത് വാസുദേവനും സേവ്യറിയേട്ടനും മീൻകാരും മാത്രമാണ്. മീൻചന്തയിൽ കാലത്ത് ചെന്നപ്പോൾ എല്ലാവരും അനുമോദിച്ചു. വിസ്മയ അല്പം മുതിർന്നപ്പോൾ മുതൽ പലരുടെയും കഴുകൻ കണ്ണുകൾ തന്നിലേക്ക് വരുന്നത് വിസ്മയയ്ക്കറിയാമായിരുന്നു. എല്ലാം കണ്ടും കേട്ടും ആണ് വിസ്മയ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. മനസ്സിലെപ്പോഴും മുത്തശ്ശിയുടെ വാക്കുകൾ ഓർക്കും. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അവനവനെ അവരവർ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. ആര് നോക്കാനുണ്ടെങ്കിലും നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴിതെറ്റും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പഴഞ്ചൊല്ല് പോലുണ്ടല്ലോ, തെണ്ടിപ്പട്ടികൾ കുരയ്ക്കും, വഴിയാത്രക്കാർ നടന്നു പോകും. അത്രയേ ഉള്ളൂ. അങ്ങനെ വിസ്മയ ഇക്കൂട്ടരെ കണ്ടിട്ടുള്ളൂ. വിസ്മയുടെ ചിന്തകൾ തുടർ പഠനത്തെക്കുറിച്ചായി. തൻ്റെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ പട്ടണത്തിൽ 2 കോളേജുകളുണ്ട്. എന്തായാലും അപേക്ഷ സമർപ്പിച്ചു. ആദ്യ ലിസ്റ്റിൽ തന്നെ വിസ്മയ കടന്നുകൂടി. കോളേജിൽ ചേരുവാനായി ചെല്ലുന്ന ദിവസം രാവിലെ പതിവ് പോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം കോളേജിലേക്ക് തിരിച്ചു. സൈക്കിളിൽ തന്നെ. കോളേജ് കവാടം കടന്നതേ വിസ്മയ അമ്പരന്നു. പല പല രീതികളിലുള്ള വേഷഭൂഷാദികളാൽ വിദ്യാർത്ഥികളെല്ലാം നിറഞ്ഞ ക്യാമ്പസ്. വിസ്മയ തൻ്റെ വസ്ത്രത്തിലേക്കൊന്ന് നോക്കി. നരകേറിയ ചുരിദാർ, പഴകിയ ചെരുപ്പ്, കയ്യിൽ കരുതിയ ബാഗ് പോലും നരച്ചിരിക്കുന്നു. താനിതൊന്നും ഇന്നേ വരെ ശ്രദ്ധിച്ചിട്ടില്ല.
അതിനൊരു സമയവും തനിക്ക് കിട്ടിയിട്ടുമില്ല. ഇറങ്ങാൻ നേരം വാസുദേവൻ പറഞ്ഞിരുന്നു, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ തനിക്കിനി കാണാം, അതിലൊന്നും ഭ്രമിച്ചിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു. അല്ലെങ്കിലും തനിക്ക് അതിലൊന്നും വലിയ താല്പര്യമൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ ഇതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഞാൻ കൊടുത്തിട്ടുമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വിസ്മയ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്നു. അധ്യാപകരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അവിടെ. വിസ്മയ വളരെ പെട്ടെന്ന് തന്നെ ഒരാളുടെ മുഖം തിരിച്ചറിഞ്ഞു. തൻ്റെ അമ്മയുടെ ജ്യേഷ്ഠൻ്റെ മകൻ ജയശങ്കർ അവിടെ ഒരു കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. തന്നെ കണ്ടതേ അയാൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു. അല്ലെങ്കിലും ബന്ധത്തിലൊന്നും ഒരർത്ഥവുമില്ലല്ലോ. പണമുണ്ടെങ്കിൽ ബന്ധവും സ്വന്തവുമൊക്കെ ഒത്തുകൂടും, അതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. വിസ്മയ സർട്ടിഫിക്കറ്റുകളെല്ലാം മറ്റ് രേഖകളും ഓഫീസിൽ സമർപ്പിച്ചു. എല്ലാം കണ്ടതിന് ശേഷം ഏത് വിഷയമാണ് എടുക്കാൻ കുട്ടിക്ക് താല്പര്യമെന്ന് അധ്യാപകൻ ചോദിച്ചു. ഒപ്പം ഒരു ചോദ്യം കൂടി, ആരുമില്ലേ കൂടെ? ആദ്യത്തെ ചോദ്യത്തിന് വിസ്മയ ഉത്തരം പറഞ്ഞു, ഹിസ്റ്ററി. അങ്ങനെ അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഫീസ് അടച്ചു ചേർന്നു. തിരിച്ചിറങ്ങുമ്പോൾ അധ്യാപകൻ പറയുന്നത് വിസ്മയ കേട്ടു. അനാഥയാണെന്ന് തോന്നുന്നു, ആരും കൂടെ വന്നിട്ടില്ല. കഷ്ടം അല്ലേ? അല്ലാതെ എന്ത് പറയാൻ? തിങ്കളാഴ്ച മുതൽ കോളേജിലേക്ക് പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് സൈക്കിളിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ദേ ഒരു കാര്യം. അടുത്ത ഭാഗവുമായി വീണ്ടും.